ഒരു വിലയില്ല എന്നറിഞ്ഞിട്ടും അതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഒരു ഉപകാരം ഇല്ലാത്തതാണെങ്കിൽ പോലും ആ ഒരു സാധനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഓടി നടക്കാറുണ്ട്. മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നമ്മൾ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടില് നമുക്ക് സെൽഫായിട്ട് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. കാരണം ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കണം, നമുക്ക് ഇഷ്ടമില്ലാത്ത പല സാധനങ്ങൾക്കും തലയാട്ടി കൊടുക്കണം, അങ്ങനെയാണല്ലേ. അപ്പോ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ കുട്ടികളെ ഇതിൽ ബലിയാടാക്കാറുണ്ട്. കുട്ടികൾക്ക് ഈ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾ പലപ്പോഴും ഇതൊക്കെ കൊടുത്ത് കുട്ടികളെ അട്രാക്ട് ചെയ്യും. പാരൻസിന് പലപ്പോഴും അയ്യോ അത് കൊടുക്കല്ലേ, എൻ്റെ കുട്ടിക്ക് പറ്റില്ല എന്ന് പറയാനായിട്ട് സാധിക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് മുതിർന്ന ആളുകൾ ഒരു കുട്ടിക്ക് ഐസ്ക്രീം എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ കുട്ടിയുടെ അമ്മ ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഐസ്ക്രീം കൊടുക്കരുത്, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വീസിങ് വരും എന്നുള്ളത്. പക്ഷെ അവര് പറഞ്ഞു പിന്നെ ഞങ്ങളിപ്പോ ഒരു ഐസ്ക്രീം കഴിച്ചു ഓർത്ത് കുഴപ്പമില്ല, ഇത് ഞങ്ങൾ സ്നേഹം കൊണ്ട് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് നീങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം താഴെ വീണു. അമ്മ കുട്ടീനെ സ്പോട്ടിൽ തന്നെ മാറ്റി. എന്നിട്ട് അമ്മ പറഞ്ഞു ഭയങ്കരമായിട്ട് വീസിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, കുറച്ചും കൂടി അസർട്ടീവായിട്ട് കാര്യങ്ങൾ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരെന്ത് വിചാരിക്കും, ഇനിയിപ്പോ ഞാൻ ആരും പറയുന്നത് അനുസരിക്കാത്ത ഒരാളാന്ന് വിചാരിക്കില്ലേ എന്നുള്ളത്. നമ്മൾ ഒരു പക്ഷേ പഠിച്ചു വന്ന ഒരു സാധനം അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത ഒരു സാധനമുണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കണം, ഇങ്ങനെ പ്ലീസ് ചെയ്ത് ജീവിക്കണം എന്നുള്ളതൊക്കെ. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലെ തന്റെ ഇമേജ് ബ്രേക്ക് ആകും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും അവിടെ ബലിയാടാവുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോ പറയാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, 40ഉം 50ഉം വയസ്സായ മക്കളുടെ കാര്യത്തിൽ ചില അമ്മമാര് ചില അച്ഛന്മാരൊക്കെ ഇപ്പോഴും തീരുമാനം എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്, എൻ്റെ കുട്ടിക്ക് അത് കഴിക്കാൻ പാടില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് ആർക്കാണ് ബോൾഡായിട്ട് പറയാൻ സാധിക്കുക? ഒരു പാരന്റിന് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ വല്ലവരും നമ്മളെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ അതിലൊരു ബലിയാടാക്കരുത്. ചെറിയ കുട്ടികളൊക്കെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വീസിങ് ഒക്കെ വന്ന് അവർ ശ്വാസം വലിക്കുന്നത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടു നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊന്നും ആർക്കും ദ്രോഹം ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ആർജവമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ കുട്ടിയുടെ ശബ്ദമായിട്ട് മാറാനായിട്ട് നമ്മളല്ലേ ഉള്ളൂ. Let light shine out of darkness.